ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് അടുക്കള. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ പലഹാരമാണ്. കുമ്പിളപ്പമാണ് ചെയ്യുന്നത്. കുമ്പിളപ്പം എന്നും തെരളിയപ്പം എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് അരിപ്പൊടി വെച്ചും ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും പകുതിച്ചേ വെച്ചും ചെയ്യാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ബ്ലോക്ക് ശർക്കര എടുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലത്തെ 2 ബ്ലോക്ക് ശർക്കരയാണ് എടുത്തേക്കുന്നത്. പിന്നെ 1/2 കപ്പ് തേങ്ങാക്കൊത്ത് വേണം, 1 കപ്പ് തേങ്ങ ചിരകിയത്. പിന്നെ ഈ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും എടുത്തിട്ടുണ്ട്. പിന്നെ 3 ചെറുപഴം എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇതിൻ്റെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ഈ വയനയിലയാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ 3/4 കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് നമുക്കപ്പോൾ ഈ ശർക്കര ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഈ ശർക്കരയുടെ ബ്ലോക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അലിഞ്ഞു വരട്ടെ. ശർക്കര അലിയിക്കാതല്ലാതെ നമുക്ക് ചെറുതായിട്ട് ചീകിയിട്ടിട്ട് അങ്ങനെ ഇതിൻ്റെ കൂടെ ചേർത്ത് ചെയ്യാം. പക്ഷേ ഇതിൽ അഴുക്ക് കാണുമല്ലോ, അതുകൊണ്ട് ഇതിങ്ങനെ പാനിയാക്കി എടുക്കുന്നതാണ് നല്ലത്. ഇപ്പം ശർക്കര എല്ലാം നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തേങ്ങാക്കൊത്തൊന്ന് നെയ്യിൽ വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മുതൽ 2 ടേബിൾ സ്പൂൺ വരെ നെയ്യ് എടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നെയ്യിൽ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്തിപ്പോൾ ഏകദേശം ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഞാൻ ഇതേപോലത്തെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിരകി വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടി ആവശ്യമുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം പറയാൻ അങ്ങ് വിട്ടുപോയി. 2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഈ പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇത് നല്ലപോലെ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതെല്ലാം നല്ലപോലെ യോജിച്ച് വരണം. അപ്പം ഞാനിത് എല്ലാം കൂടി ഏകദേശം നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഇത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇതിനകത്ത് നല്ല ചൂട് കാണും. അതുകൊണ്ട് ഒന്നുകിൽ സ്പൂൺ വെച്ചല്ലേ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ച് കുഴച്ചെടുക്കാം. അപ്പം അത് ഒഴിക്കുവാണ്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. മാവ് ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്, ഒരുപാട് ലൂസായി പോകരുത്. അപ്പം ഇനി നമുക്ക് ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വെച്ചിട്ട്. അപ്പം ഇനി നമുക്ക് ഈ ഇല വെച്ചിനി കുമ്പിൾ കുത്തിയെടുക്കണം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇലയാണ്, കാരണം ഇവിടെ ഇതിൻ്റെ ഫ്രഷ് ഇല കിട്ടത്തില്ലല്ലോ. അപ്പം ഞാനിത് ഈർക്കിലില്ലാത്തതുകൊണ്ട് ഈ ടൂത്ത് പിക്ക് വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അറ്റം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കണം.
എന്നിട്ട് നമുക്ക് ഈ സൈഡ് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെ ഇരിക്കും. ഇതിനകത്താണ് നമ്മൾ ഫില്ലിങ് വെക്കേണ്ടത്. ഇനി അടുത്ത ഇലയും കൂടെ ഇതേപോലെ ചെയ്യാം. ഇനി ഇതേപോലെ ബാക്കി ഇലയെല്ലാം കൂടെ കുമ്പിൾ കുത്തിയെടുക്കട്ടെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാട് വെച്ച് കൊടുക്കരുത്, കുറച്ചേ വെച്ച് കൊടുക്കാവുള്ളൂ. ഇത്രയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതിലും ഇതേപോലെ തന്നെ. ഇത് കുറച്ച് കുഞ്ഞിലയാണ്, എല്ലാ ഇലയും കുറച്ച് ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫില്ലിങ് ഇതിനകത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇലയെല്ലാം കുറച്ച് ചെറുതായിപ്പോയി. അപ്പം ഇത് തീരെ ചെറുതായിപ്പോയി ഈ ഇല. അതുകൊണ്ട് നമുക്കിതിൽ ഇത്രയും ഫില്ലിങ് വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ ഇനി ബാക്കിയെല്ലാം ചെയ്തെടുക്കട്ടെ. അങ്ങനെ എല്ലാത്തിലും മാവ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇഡ്ഡലി കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കത് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചു വെക്കരുത്, ആ മാവ് മുകളിലോട്ട് ഫേസ് ചെയ്യുന്ന രീതി വേണം വെച്ച് കൊടുക്കാൻ. പിന്നെ നമുക്കിത് അടച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് വേവിക്കണം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാവുന്ന. വെന്തില്ലെങ്കിൽ നമുക്ക് 5 മിനിറ്റും കൂടി വേവിക്കാം. അപ്പോൾ ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. കുഴപ്പമില്ല, വെന്തിട്ടുണ്ട്, ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തെരളിയപ്പം ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഇതിന് തെരളിയപ്പമെന്നും കുമ്പിളപ്പമെന്നും വയനയിലപ്പം എന്നൊക്കെ പറയും. പല സ്ഥലത്തും പല പേരാണ്. എൻ്റെയൊക്കെ സ്ഥലത്ത് തെരളിയപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. നമ്മുടെ ഒരു ട്രഡീഷണൽ സ്നാക്കാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.